മാന്യ പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വി.ഡി. സതീശൻ ഗവൺമെൻറ് അവരുടെ പൈലറ്റ് പ്രൊജക്റ്റായ ഓപ്പറേഷൻ തുഫാൻ വളരെയധികം കാര്യഗൗരവത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള നാർക്കോട്ടിക്സ് ഡീലും മയക്കുമരുന്ന് കച്ചവടവും മയക്കുമരുന്ന് ഉപയോഗവും കേരളത്തിലുണ്ടാക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എവർക്കും അറിയാവുന്നതാണ്. അതിനെതിരായി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് വളരെ ഫലപ്രദമായി ധാരാളം ഡ്രഗ് യൂസേഴ്സിനെയും ഡ്രഗ് ഡീലേഴ്സിനെയും ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, ഇവിടെയുള്ള വളരെ കുറച്ച് കച്ചവടവും വളരെ കുറച്ച് മാത്രം ബിസിനസ്സും നടത്തിയിട്ടുള്ള ആളുകളെ പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ ഡ്രഗ് വരുന്നത് ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നും നോർത്ത് ഇന്ത്യകളിൽ നിന്നുമാണ്. ഗുജറാത്തിലൊക്കെ ഇതൊരു ബിസിനസ്സാണ്. അവിടെ ഫാക്ടറി തുടങ്ങിയിട്ട് പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തുള്ള ബർമയിൽ നിന്നുമൊക്കെ ബോട്ടുകളിലൊക്കെ വരുന്ന ഡ്രഗ് ഹോൾസെയിലിൻ്റെ സ്ഥലമാണ്. അവിടെ ഫാക്ടറി തുടങ്ങിയിട്ട് അവിടുന്ന് തന്നെയാണ് ഇത് ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിച്ച് ആ വരവ് നിർത്തിയാൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. കേരള പോലീസ് ആ വഴിയിലേക്കും ചിന്തിക്കുന്നുണ്ട്, റെയ്ഡിന് പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അത് വളരെ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം ഈ ഡ്രഗ് മഫിയ കേരളത്തിലെ സമൂഹത്തെ കാർന്നു തിന്ന് അത് എല്ലാ തലത്തിലും കുട്ടികളിലും സ്കൂൾ വിദ്യാർത്ഥികളിലും കോളേജ് വിദ്യാർത്ഥികളിലും ഉദ്യോഗസ്ഥരിലും പോലീസിലും ഒക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി മൂടി വച്ചിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ. അതിനെതിരെ ഇപ്പോൾ സത്വരമായ നടപടി ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പോലീസും ഒക്കെ കൂടി ചേർന്ന് എടുക്കുന്നതിൽ കേരള ജനത അഭിമാനിക്കുന്നു. ഈ തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ. ഈ ഡ്രഗ് അഡിക്റ്റിൻ്റെ ഫലമായി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറകൾക്ക് അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. വേഗം കുറഞ്ഞിട്ടുള്ള യുവതലമുറ വളരെ വേഗം ഈ ദുശീലത്തിന് അടിമയാകുകയും ജീവിതം നശിക്കുകയും കുടുംബം നശിക്കുകയും സമൂഹം നശിക്കുകയും ചെയ്യുന്നു. അതിനെതിരെയുള്ള ഓപ്പറേഷൻ തുഫാനിന് ഗവൺമെൻറ്റിന് അഭിവാദനങ്ങൾ. സുഹൃത്തുക്കളെ, അതോടൊപ്പം തന്നെ ഏവരും നോക്കിയിരുന്ന മന്ത്രി ഉന്നത ബ്യൂറോക്രസി റീഷഫിൾ IASകാരെയും IPSകാരെയും മാറ്റുന്ന നടപടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും കുറച്ച് വൈകിയെങ്കിലും VDS ഗവൺമെൻറ് ഉന്നത തലങ്ങളിൽ അഴിച്ചുപണി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഈ അഴിച്ചുപണി പൂർത്തീകരിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഉന്നതൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിനെ മാറ്റാതെ ആരെ മാറ്റിയിട്ടെങ്കിലും കാര്യമുണ്ടോ? ചീഫ് സെക്രട്ടറി കണുരുട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വകുപ്പ് മേധാവികളും ഈവൻ മുഖ്യമന്ത്രി അടക്കവും വെട്ടിലാവും, കാര്യങ്ങൾ നടക്കുകയില്ല. ചീഫ് സെക്രട്ടറിയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മെയിൻ ഗവൺമെൻറ്. ചീഫ് സെക്രട്ടറി ഇവിടെ മാറാതെ നിൽക്കുകയാണ്. എന്താണ് വി.ഡി. സതീശൻ സാർ ചീഫ് സെക്രട്ടറിയെ മാറ്റാതെ, അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരും കൂടി മാറ്റാതെ ഇരിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ദുഷ്പ്രവർത്തികൾക്കും ദുർഭരണത്തിനും കൂട്ടുപിടിച്ചത് മെയിനായിട്ട് ജയതിലകനെ പോലെയുള്ള ചീഫ് സെക്രട്ടറി, അബ്രഹാമിനെ പോലെയുള്ള സെക്രട്ടറിമാരാണ്. ഇവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവരെന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ട് അതിനെതിരെ അന്വേഷണം നടത്തുകയുമാണ് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. എങ്കിലേ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരത്തുള്ളൂ. എനിവേ, ഗവൺമെൻറ് അത് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിക്കാം. മറ്റുള്ള റീഷഫിളിംഗ് ഒക്കെ നടന്നു. എന്താണെങ്കിലും സസ്പെൻഷനിലായിരുന്ന B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹം ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ ഇല്ലാതാക്കുകയും വിദ്യാഭ്യാസ നിലവാരം മാറ്റിമറിക്കുകയും നന്നാക്കുകയും ചെയ്യുമെന്ന് നമ്മൾക്ക് വിചാരിക്കാം. ഇവിടുത്തെ വിദ്യാഭ്യാസം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസമോ ഏതെങ്കിലും വിദ്യാഭ്യാസമുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രചരണത്തിനും രാഷ്ട്രീയ ഗുണ്ടായുസത്തിനും യുവതലമുറയെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മളിവിടെ കാണുന്നത്.
അതിനാൽ എത്രയും പെട്ടെന്ന് രാഷ്ട്രീയം കലാലയങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് യുവജനങ്ങൾ അവരുടെ വിദ്യാഭ്യാസം നേടി നല്ല ഒരു സമൂഹത്തിന് വേണ്ടിയും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിച്ച് കർമ്മനിരതരായി മാറുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ പ്രവർത്തിക്കും. ഇത്രയും കാലത്തെ സ്ഥിതി നിന്ന് മാറി നന്നായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ തന്നെ തുറമുഖ വകുപ്പ് എന്താണേലും മുഖ്യമന്ത്രിയുടെ ഒരു വകുപ്പായിരുന്നു. മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ തന്നെ ഏൽപ്പിച്ചത് വളരെ നന്നായി. രത്തൻ യു കേൽക്കർ തീരദേശ ഷിപ്പിങ്ങും അതോടൊപ്പം തന്നെ ഉൾനാടൻ ജലഗതാഗതവും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുമായിരിക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നോട്ടത്തിൽ ഉൾനാടൻ ജലഗതാഗതം വികസിച്ച് കേരളത്തിന് വെനീസ് പോലെയോ അതേപോലെ ഉൾനാടൻ ജലഗതാഗതം വളരെയധികം വികസിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒക്കെ ഉള്ള ടൂറിസം വികസനവും സംസ്ഥാനത്തിൻ്റെ വികസനവും നടപ്പിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു 5 ഇയേഴ്സിൽ തന്നെ ഇതെല്ലാം നടപ്പിൽ വരുത്തി വീണ്ടും ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനം കൊണ്ടൊരു തുടർ ഗവൺമെൻറ്റും ഉണ്ടായി ഒരു 10 വർഷം തന്നെ ഭരിച്ച് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ മന്ദത അല്ലെങ്കിൽ അക്രമം അതോടൊപ്പം തന്നെ ഉള്ള ദുർഭരണം മാറ്റിയെടുക്കുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ തീരദേശ ഷിപ്പിംഗ് കേരളത്തിന് വളരെ സ്കോപ്പുള്ളതായ ഒരു നല്ല ഒരു ബിസിനസ്സാണ്. ധാരാളം തീരദേശമുള്ള ധാരാളം തീരദേശത്തിൽ കൂടെ ഷിപ്പിംഗ് നടത്തി ധാരാളം സംസ്ഥാനത്തിന് ഖജനാവിലേക്ക് ധാരാളം വരുമാനം വരുത്തുവാൻ കഴിയും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് നമ്മുടെ MG രാജമാണിക്യത്തിനെ KSEBയുടെ ചെയർമാനും MD-യുമായി നിയമിച്ചത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹം പിൻവാതിലിൽ കൂടെ വന്നിരിക്കുന്ന കണ്ടമാനം സ്റ്റാഫുള്ള കള്ളത്തരത്തിൻ്റെ തട്ടിപ്പിൻ്റെയും നെറുകേടായിരിക്കുന്ന KSEBയെ യൂണിയനെ ഒതുക്കി അവരെ പിരിച്ചുവിട്ട് എല്ലാ പിൻവാതിലിനെയും പിരിച്ചുവിട്ട് മുൻവാതിൽ കൂടെയുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുമെന്ന് മുഖ്യമന്ത്രിയും രാജമാണിക്യമൊക്കെ കൂടി അത് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അതോടൊപ്പം കിംഫി പോലുള്ള കള്ളക്കൊള്ള പ്രസ്ഥാനത്തിലെ പിൻവാതിലുകാരെയും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ രാഷ്ട്രീയ പിടിപാടും കൈക്കൂലിയും കൊള്ളയും കൊടുത്തുകൊണ്ട് അവരുടെ ബന്ധുക്കളും ഭർത്താവും അളിയനും പെങ്ങളും വീട്ടുകാരും അമ്മായിയും എല്ലാത്തിനെയും ഉന്നത പൈസയും കൊടുത്ത് നാട് മുടിപ്പിച്ച് പൈസ കാട്ടു തിന്നുന്ന ഇവരെയെല്ലാം പിരിച്ചുവിട്ട് ഇവരെയൊക്കെ അവരുടെയൊക്കെ സ്വത്തും കണ്ടുകെട്ടി ഇതൊക്കെ തിരിച്ചു പിടിക്കും നാട്ടിലുള്ളൊരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റും ചെയ്യുമെന്ന് നമുക്ക് കാണാം. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കുറേയെല്ലാം മാറ്റം തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്. അത് വിജയ് ചെയ്യുന്നുണ്ട് പല പ്രസ്ഥാനങ്ങളും. അതോടൊപ്പം തന്നെ കേരളത്തിലും അങ്ങനെ നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ് ജനഗവൺമെൻറ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ കക്കുക നക്കുക മുക്കുക എന്നുള്ള പ്രസ്ഥാനം മാറും. ജനങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഒരു സൽഭരണം ഉണ്ടാവും. നമ്മുടെ ഗവൺമെൻറ് ആ രീതിയിലേക്ക് നീങ്ങും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ എല്ലാവരും കൂടി വേറെ ആർക്കും ഇഷ്ടമില്ലെങ്കിലും VDS ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.